ഉണ്ടെങ്കിൽ നമ്മുടെ ഈ യുവാക്കളാണ് നമ്മളുടെ ഭാവി. അവരെ നമ്മൾ നോക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും കേരളത്തിൻ്റെ അവസ്ഥ? ചിലവർ ഈ സംസ്ഥാനം വിട്ടിട്ട് പോകുന്നു മറ്റേ സംസ്ഥാനങ്ങൾക്കും മറ്റേ രാജ്യങ്ങൾക്കും അവരുടെ പാട് നോക്കാൻ. ഇനി ഇവിടെ ഉള്ളവരും ഈ സ്ഥിതിയിലാണെങ്കിൽ വിചാരിക്കുക നമ്മുടെ കേരളത്തിൻ്റെ എന്തായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു ഗൗരവമായിട്ട് എടുത്തിട്ട് സീരിയസ് ആയി എടുത്തിട്ട് ആക്ഷൻ എടുക്കണം എന്നാണ് നിർബന്ധിക്കുന്നത്. ഞാൻ എൻ്റെ ഭാഗത്ത് ചെയ്യാനുള്ളതും ചെയ്തു കഴിഞ്ഞു. ആ സമയത്ത് ബാഴ്സലോണയിൽ നിന്ന് അഗ്രിമെൻറ്റ് കൊണ്ടുവന്നു. അവർ ബഡ്ജറ്റും ഉണ്ടായിരുന്നു, നമ്മളെ സഹായിക്കാൻ നമ്മളൊപ്പം സഹകരിക്കാൻ തയ്യാറായിരുന്നു ഇവർ. അത് ആ സമയത്ത് ഭരിക്കുന്ന CPM-കാർ. ഇനി അത് 10-15 വർഷം മുമ്പിലത്തെ ഒരു സംഭവമാണ് നിങ്ങൾ പറയുന്നത്. ആ ബാഴ്സലോണ സർക്കാരൊക്കെ മാറിക്കഴിഞ്ഞു. ഇനി പുതിയ സർക്കാരിൻ്റെ ഒപ്പം വീണ്ടും പിന്നെ ഒരു ചർച്ച നടത്തുക, അതിന് ആവശ്യമുള്ള അധികാരം വേണ്ടേ? അതെനിക്കിപ്പോൾ ഇല്ല. ഞാൻ വെറും ഒരു MP ആണ്. അതാണ് ഞാൻ പാഠം പഠിച്ചത്. ഞാൻ MP ആയിട്ടും കൂടി അവിടുത്തെ മേയറിനെ എല്ലാം തടുക്കാൻ സാധിച്ചു, സംസ്ഥാന സർക്കാരിന് തടുക്കാൻ സാധിച്ചു. ഇനി നമ്മളുടെ കയ്യിൽ ഇങ്ങനെ ഒരു അവകാശം കിട്ടിയാൽ ഞാൻ കുറച്ചുകൂടി ചെയ്യാൻ നോക്കാം. അല്ല, കേരള നല്ലൊരു സംസ്ഥാനമാണ് പല രീതിയിലും. പക്ഷെ നമ്മൾക്ക് പ്രശ്നങ്ങളുണ്ട്. അതിന് ഒളിച്ചിട്ട് നമ്മളൊരു കാര്യമില്ല. നമുക്ക് അറിയണം ഈ സംസ്ഥാനത്തെ നന്നാക്കാൻ പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള സമയം വരും. ഇന്ന് ഒഴിവാക്കണം.